ഹലോ, ഇന്നൊരു ട്രഡീഷണൽ നാഗാലാൻഡ് ലുക്ക് നമുക്ക് റെക്രിയേറ്റ് ചെയ്താലോ? എൻ്റെ മാമൻ്റെ മോൾക്ക് സ്കൂളിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഇത്. നമ്മൾ കുറച്ച് റെഫറൻസ് പിക്ചേഴ്സൊക്കെ എടുത്ത് കളർ പാലറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് മെല്ലെ നമുക്ക് എന്തൊക്കെ എലിമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളൊരു റഫ് സ്കെച്ചൊക്കെ ഇതിന് വേണ്ടി ചെയ്തു. അപ്പം ഇതിന് നമുക്കൊരു ഹെഡ് ഗിയർ, പിന്നെ ഒരു നെക്ക് പീസ്, പിന്നെ ഒരു സ്കേർട്ടിലെ ഹിപ്പ് ബെൽറ്റ്, അതുപോലെ തന്നെ ആ സ്കേർട്ട്, ഇത്രയും എലിമെൻറ്റ്സ് ആണ് നമുക്കിതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് നമ്മളിതാ നമ്മുടെ സ്വന്തം തറവാട്ടിലേക്ക് ചെന്നു. ബ്രോഡ്വേ മാർക്കറ്റിൽ ചെന്ന് ഈ കടയിലേക്ക് കയറുമ്പോൾ എന്തെന്നറിയില്ല, ക്രിയേറ്റിവിറ്റിക്ക് ഇങ്ങനെ ഒഴുകി വരും. ഈ കട അമ്മ അതിലൊരു കടയാണ്. കണ്ടടച്ചാണ് സാധനം മൊത്തം ഇവിടെ കിട്ടും. അങ്ങനെ അവിടെ കണ്ട കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെ മേടിച്ച് ഈ റെഡ് കളർ പാലറ്റ് എന്ത് കണ്ടോ ഞാൻ അതൊക്കെ വാരി എടുത്തു. ഇതാ കുറേ തൂവലൊക്കെ എടുത്ത് നമ്മളിതാ ഹെഡ് ഗിയർ, ഈ റെഫറൻസ് പിക്ചറിൽ കാണുന്ന പോലെ സാധനം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഈ ലെയേർഡ് മാല എടുത്തിട്ട് അതിനെ കളറൊക്കെ മാറ്റി റെഡും വൈറ്റും സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ച് വേറൊരു ലുക്കിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് ഈ സ്കേർട്ടിലോട്ടാണ്. ഐഡിയ നമ്മുടെ ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഇതാ ഇവിടുന്ന് മാരകമായി തയ്ച്ചുണ്ടാക്കിയതേ സെറ്റാക്കി സ്കേർട്ടിനെ എടുത്തിട്ടുണ്ട്. അടുത്ത ഐറ്റം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഐറ്റം ആയിരുന്നു. ക്രിയേറ്റിവിറ്റി ഇച്ചിരി അങ്ങോട്ട് കൂടിപ്പോയതിന്റെ പ്രശ്നമായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഡെക്കറേഷൻ കേർട്ടൻ ആയിരുന്നു. അതിനെ തയ്ച്ച് ഈ പരുവത്തിലാക്കി. പക്ഷെ എന്തായാലും സംഭവമെല്ലാം കളറായിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞത് ആ മോളെ ഒരിക്കലായി. മോളിങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ട്രൈ ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് അമ്മയും മാമിയും അപ്പനും എല്ലാവരും കൂടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നിന്ന് മോളെ കാര്യമായി ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഈ ഡ്രസ്സൊക്കെ ട്രൈ ഓൺ ചെയ്യാനും ഹെഡ് ഗിയർ ഒക്കെ വെച്ച് കണ്ണാടിയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കി. ഷി വാസ് റിയലി എൻജോയിങ് ദി എൻറ്റയർ പ്രോസസ്. പിന്നെ പൊതുവേ ഇതൊക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യം ആയതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്നും പറഞ്ഞിട്ടുള്ള നിപ്പാണ് ഈ കാണുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ നാഗാലാൻഡ് കാരി? ക്യൂട്ടായിട്ടില്ലേ? കുറച്ച് കാട് വൈബിന് വേണ്ടിയിട്ടായിരിക്കണം. ബാക്കി ഫോട്ടോഷൂട്ട് എല്ലാം പുറത്തു വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് കഥ.